ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിലമ്പൂരിൽ പോരാട്ടം മുറുകുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന PV അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കിടെ അൻവറിനെ അനുനയിപ്പിക്കാൻ UDF നേതൃത്വത്തിന്റെ തീവ്ര ശ്രമം. PV അൻവറുമായി KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ ഇന്നലെ മഞ്ചേരിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലെത്തിയ അൻവർ ഇപ്പോഴത്തെ സാഹചര്യം ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. ആര്യടൻ ഷൗക്കത്തിനെ അംഗീകരിച്ച് തിരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോകണമെങ്കിൽ UDFന്റെ ഘടകകക്ഷിയാക്കണം എന്ന വിലപേശൽ തന്ത്രമാണ് തൃണമൂൽ കോൺഗ്രസ് കടുപ്പിച്ചത്. 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ PV അൻവർ മത്സര രംഗത്തുണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു. അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം K സുധാകരൻ ഇന്നലെ മഞ്ചേരിയിലെത്തി PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. ഞാനതിന് കൂടെയുണ്ട്. അൻവർ ഞാനും തമ്മിൽ പേഴ്സണൽ ബന്ധമുണ്ട്. വർഷങ്ങളായി പഴക്കമുള്ള പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസൃതമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും. ഇന്ന് ഉച്ചയോടെ അൻവർ PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലെത്തി. തന്റെ അഭ്യുദയകാംക്ഷിയാണ് PK കുഞ്ഞാലിക്കുട്ടി എന്നതുകൊണ്ട് അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിച്ചുവെന്ന് അൻവർ. ചർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. അദ്ദേഹത്തെ കണ്ടു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. PV അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കത്തിൽ UDF 2 തട്ടിലാണ്. സമ്മർദ്ദ രാഷ്ട്രീയത്തിന് വഴങ്ങേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. എന്നാൽ അൻവർ മത്സരിച്ചാൽ UDFന്റെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കുമെന്ന് മറുവിഭാഗവും. ടീം 24 നിലമ്പൂർ. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. വിപിൻ, ഇപ്പോൾ പല തട്ടുകളിൽ പല തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. PV അൻവർ UDF നേതൃത്വവുമായി. അൻവർ മുസ്ലിം ലീഗ് നേതൃത്വത്തെ അങ്ങോട്ട് പോയി കാണുന്നു. K സുധാകരൻ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അൻവറിനെ കാണുന്നു. ഈ ചർച്ചകളുടെ ആകത്തുക PV അൻവറിന് UDFൽ ഒരു ഇടം വേണം, അതിനപ്പുറത്തേക്ക് മറ്റ് ലക്ഷ്യങ്ങളൊന്നും അൻവറിനില്ല എന്ന് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ ആ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? വിജയകുമാർ, ഇത് നിലമ്പൂരിനെ സംബന്ധിച്ച് പിണറായിസത്തെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു PV അൻവർ MLA സ്ഥാനം രാജിവെക്കുന്നതും പിന്നീട് അതിപ്പോൾ ഇതാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയും ചെയ്തത്. എന്നാൽ PV അൻവർ ഇപ്പോഴുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി അത് UDFൽ ആണ് കറങ്ങിത്തിരിയുന്നത് എന്നുള്ളതാണ് അതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ UDFലേക്ക് എടുക്കണമോ എന്നുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു. ഒപ്പം തന്നെ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് UDFന്റെ വിജയസാധ്യതയെ എത്രത്തോളം പ്രതികൂലമായിട്ട് ബാധിക്കും തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് സജീവമായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിനെ അനുനയിപ്പിക്കണം എന്നതിൽ UDFനകത്ത് ഒരു ശക്തമായിട്ടുള്ള ഒരു ആവശ്യം വരികയാണ്. കാരണം അൻവർ ഏകദേശം 2700 വോട്ടുകൾക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വിജയമുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. LDFന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമ്മർദ്ദ തന്ത്രം, ഒരു വിലപേശൽ തന്ത്രം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇന്ന് PV അൻവറിന്റെ വീട്ടിൽ ചേർന്നിട്ടുള്ള നിയോജക മണ്ഡലം യോഗത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ള തീരുമാനം ഉണ്ടാവുകയും അത് ES സുഗു പ്രഖ്യാപിക്കുകയും ചെയ്തത്. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് 2 ദിവസത്തെ സമയപരിധിയാണ് UDF നേതൃത്വത്തിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ 2 ദിവസത്തിനകം ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ്. 5 മാസമായി കത്ത് നൽകിയിട്ട് ഇതുവരെയും അതിലൊരു അഴകുഴമ്പൻ നിലപാട് എടുത്തിരിക്കുന്നു UDF നേതൃത്വം. ഇനി അങ്ങനെ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് അക്കാര്യത്തിൽ തീരുമാനം വേണം എന്നുള്ളതാണ്. ഇന്നലെ രാത്രി തന്നെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി K സുധാകരൻ മഞ്ചേരിയിലെത്തി അദ്ദേഹത്തെ കാണുകയും ഒരു UDFന്റെ മുതൽക്കൂട്ടാവും, UDF മുന്നണിയിൽ തന്നെ അദ്ദേഹം ഉണ്ടാകും എന്നുള്ളത് പറയുകയും ചെയ്തു. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരു സമവായത്തിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ഉറപ്പ് ലഭിക്കണം, അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ മുന്നണിയിലെടുക്കുമെന്നുള്ളൊരു ഉറപ്പ് ലഭിക്കണം എന്നുള്ളതിൽ നിലപാട് കടുപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇക്കാര്യങ്ങളിലേക്ക് ഒരു പാലം പോലെ മുൻപ് മുസ്ലിം ലീഗാണ് പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലെത്തി PV അൻവർ കാണുകയും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുകയും ചെയ്തത്. ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഉറപ്പ്, അതായത് എത്ര ദിവസത്തിനുള്ളിൽ ഈ 2 ദിവസത്തിനകം തന്നെ UDFന്റെ ഭാഗമാക്കി
മുന്നണിക്ക് അത് സഹകരണമല്ല പറയുന്നത്, മുന്നണിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഈ ഒരു UDF-നെ സംബന്ധിച്ച്. അതായത് വിപിൻ, ഇതിലിപ്പോൾ കോൺഗ്രസിന് മുന്നിൽ അത്തരം ഒരു അന്ത്യശാസനമൊക്കെ വയ്ക്കാൻ ഈ ഘട്ടത്തിൽ PV അൻവറിന് കഴിയും. ഇപ്പോഴത്തെ VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്: അയാൾ ശരിയായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ കൂടെ നിർത്തിക്കൊണ്ട്, അയാൾ താൻ പോരിമയും ധിക്കാരവും തുടരുകയാണെങ്കിൽ അയാളെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ സീറ്റ് UDF പിടിച്ചെടുക്കും എന്ന് കൈപ്പത്തി ഒരു പടമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് VT ബൽറാം. ഇത് കോൺഗ്രസിനകത്തെ ഒരു പൊതുവികാരമാണെന്ന് തോന്നുന്നു. അങ്ങനെ PV അൻവർ വരയ്ക്കുന്ന വരയിലൂടെ അല്ല പോകേണ്ടത്, അൻവറിന് വേണമെങ്കിൽ ഒപ്പം പോരാ. ഇതാണ് പൊതുവെ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ അല്ലാത്ത അപൂർവ നേതാക്കൾ കാണും. അപ്പോൾ ഈ അന്ത്യശാസനമൊക്കെ കോൺഗ്രസിന് മുന്നിൽ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യേശുമോ? വിജുമറി, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ അണികളും നേതാക്കളും ആ ഒരു നിലപാടിലാണ്. അതായത് ഇപ്പോഴത്തെ ഈ വിലപേശൽ തന്ത്രത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലാണ്. പക്ഷേ അത് UDF-ന്റെ വിജയ സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ളത് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശങ്കയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. കാരണം UDF-നെ സംബന്ധിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു സുവർണാവസരമായി കാണുന്നു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനോ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാന ഇലക്ഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിനിടയ്ക്ക് അപ്പോൾ PV അൻവർ ഒരു വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ അത് UDF-ന്റെ വോട്ടുകളാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം സംഘടനകളുടെ ഒക്കെ ഒരു വോട്ടുകൾ പിടിക്കും. മലയോര ജനതയുടെ വോട്ടുകൾ കൂടി PV അൻവർ പിടിക്കുകയാണെങ്കിൽ അത് LDF-നായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം ഒരു പടലപ്പിണക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് KPCC തന്നെ നേരിട്ട് K. സുധാകരനെ അനുനയ ശ്രമത്തിനുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും അദ്ദേഹം ഇന്നലെ മഞ്ചേരിയിൽ എത്തുകയും ചെയ്തത്. പക്ഷേ അണികൾക്കിടയിൽ ഒപ്പം തന്നെ നേതാക്കൾക്കിടയിൽ തന്നെ ഇതിൽ രണ്ട് തട്ടിലാണ് എന്നുള്ളത് നിസ്സംശയം പറയുകയും ചെയ്യാം. ശരി വിപിൻ, എന്തായാലും വിപിൻ സൂചിപ്പിച്ചതുപോലെ അനുനയ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ വിട്ടുവീഴ്ച അത് ഏത് അറ്റം വരെ, ഏത് തരം വരെ, ഏത് നില വരെ എന്നതിൽ കോൺഗ്രസിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ മുഴുവൻ ഉപാധികളും അതിന് മുഴുവൻ വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിലെ പൊതുവികാരം. അത് പല നേതാക്കളും പരോക്ഷമായി ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനം വേണം എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്. തീരുമാനം ഉണ്ടായില്ലെങ്കിൽ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ES സുഗു ഇന്ന് രാവിലെ പറഞ്ഞു. ഒരു അന്ത്യശാസന രൂപത്തിലായിരുന്നു ആ പ്രതികരണം. അത് കേൾക്കാം. ഏകദേശം 5 മാസത്തിലേറെയായി UDF നേതൃത്വത്തിന് തൃണമൂൽ കോൺഗ്രസ് UDF-ന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ട്, എന്നാൽ നാളിതുവരെ UDF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഈ കാര്യത്തിലൊന്നും യാതൊരു തീരുമാനവും എടുക്കാതെ അഴകുഴമ്പൻ സമീപനമാണ് തൃണമൂൽ കോൺഗ്രസിനോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. 2 ദിവസം സമയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള UDF നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് 2 ദിവസത്തെ സമയം ഞങ്ങൾ UDF നേതൃത്വത്തിന് നൽകുകയാണ്. ആ 2 ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ PV അൻവർ മത്സര രംഗത്തുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനമാണ് നേതാവ് മണ്ഡലം പ്രസിഡന്റ് ES സുഗു വിശദീകരിച്ചത്. അതിനോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണങ്ങളാണ് ഈ അനുനയ ചർച്ചകളിലൊക്കെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ KPCC നേതൃത്വം ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. അടുത്ത മണിക്കൂറിൽ അത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണം തുടങ്ങി. DCC അധ്യക്ഷൻ VS ജോയ്ക്കൊപ്പം പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷമായിരുന്നു പ്രചാരണം തുടങ്ങിയത്. ഒന്നിച്ചു മുന്നോട്ട് പോകുമെന്നും മറ്റ് ചർച്ചകൾക്ക് സ്ഥാനമില്ല എന്നും ആര്യാടൻ ഷൗക്കത്തും VS ജോയും 24-നോട് പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറതി സായിദിൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാ. പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രചരണത്തിന് തുടക്കമിട്ടത്. പിതാവാണ് തന്റെ ശക്തിയും ദൗർബല്യവുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. പിതാവിന്റെയും DCC മുൻ അധ്യക്ഷൻ VV പ്രകാശിന്റെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും അഭിലാഷവും
അതുപോലെ തന്നെ വി പ്രകാശിന്റെ അഭിലാഷവുമൊക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് നിലമ്പൂരിൽ UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. DCC പ്രസിഡന്റ് VS ജോയിയും കോൺഗ്രസ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു. വിവാദങ്ങൾ അവസാനിച്ചെന്നും ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും VS ജോയി. സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായമാണ്. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാണ്. നിലമ്പൂരിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ നേരിൽ കണ്ട് ആര്യാടൻ ഷൗക്കത്ത് പിന്തുണ തേടി. എടക്കരയെത്തി മുൻ DCC പ്രസിഡന്റ് പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഷൗക്കത്ത് പാണക്കാട്ടേക്ക് തിരിച്ചത്. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന UDF കൺവെൻഷനിൽ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി CPIM. ഇന്ന് മണ്ഡലത്തിലെത്തുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും PB അംഗം A വിജയരാഘവനും ജില്ലയിലെ നേതാക്കളിൽ നിന്ന് അഭിപ്രായം തേടും. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാകും സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുക. നിലമ്പൂർ മണ്ഡലത്തിൽ NDAക്ക് വേണ്ടി BDJS മത്സരിച്ചേക്കും. ഉപതെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതാണ് CPIMലെ പതിവ്. സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചായിരിക്കും സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുക. അതിനു മുന്നോടിയായി ജില്ലാ കമ്മിറ്റികളുമായും ബന്ധപ്പെട്ട ഏരിയ കമ്മിറ്റികളുമായും ചർച്ച നടത്തും. ഇതേ പ്രക്രിയ തന്നെയാണ് നിലമ്പൂരിലും CPIM അനുവർത്തിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലെത്തുന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ നേതൃത്വവുമായും മണ്ഡലത്തിലെ ചുമതലക്കാരായ നേതാക്കളുമായും ആശയവിനിമയം നടത്തും. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. മണ്ഡലത്തിന് ചുമതലയുള്ള നേതാക്കളുടെ പ്രത്യേക യോഗവും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP ഷൌക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, M തോമസ് മാത്യു തുടങ്ങിയവരെയാണ് CPIM നിലമ്പൂരിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥി വേണോ പൊതുസ്വതന്ത്രം വേണോ എന്ന ആശയക്കുഴപ്പവും CPIMലുണ്ട്. നമ്മുടെ വിജയസാധ്യതയ്ക്ക് ഏതാണ് കൂടുതൽ സഹായകരം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. പൊതുവെ വിജയസാധ്യത ഉണ്ട്. അപ്പോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാം, പിന്നെ എന്റെ സ്വതന്ത്രനായി മത്സരിക്കാം. ഏറ്റവും മികച്ച എതിരാളിയെ തോൽപ്പിക്കാൻ പറ്റിയ മികച്ച സ്ഥാനാർത്ഥി, അതാണ് എപ്പോഴും നമ്മൾ നോക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യം കാട്ടാതിരുന്ന BJP സീറ്റ് BDJSന് കൈമാറിയേക്കും. നിലമ്പൂരിൽ മത്സരിക്കണമെന്ന BJPയുടെ ആവശ്യം ചർച്ച ചെയ്യാൻ BDJSന് സംസ്ഥാന കൌൺസിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ചേരുന്നുണ്ട്. നിലമ്പൂരിൽ നിന്ന് സിറിലിനൊപ്പം R ശ്രീജിത്ത്, 24. നേരത്തെ PV അൻവർ PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. UDF പ്രവേശനം സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ വേണം എന്നതാണ് PV അൻവർ ആ ചർച്ചയിൽ, ആ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടത്. പ്രഖ്യാപനം നടത്തിയില്ലെങ്കിൽ മത്സരിക്കേണ്ടി വരുമെന്ന് അൻവർ കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചു. UDF നേതൃത്വവുമായി ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന് ലീഗ് നേതൃത്വം ഉറപ്പു നൽകി, PV അൻവറിന് ഉറപ്പ് നൽകി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. PV അൻവറിനെതിരെ കോൺഗ്രസ് നേതാവ് VT ബൽറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നേരത്തെ നമ്മളത് സൂചിപ്പിച്ചു. താൻ പോരിമയും ധിക്കാരവും തുടരുകയാണെങ്കിൽ അയാളെ പരാജയപ്പെടുത്തും, ശരിയായ നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ കൂടെ നിർത്തും എന്നാണ് ഈ FB പോസ്റ്റിൽ പറയുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഇത് കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം നേതാക്കളുടെ ഒരു പൊതുവികാരമാണ് ഇപ്പോൾ VT ബൽറാം സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അൻവറിനോട് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് അൻവറിനെ കൂടെ നിർത്തേണ്ടതില്ല എന്നൊക്കെ കരുതുന്ന കോൺഗ്രസിലെ നിരവധി നേതാക്കളുണ്ട്. അതിലൊരു പ്രതിനിധിയായിരിക്കാം ഒരു പക്ഷേ VT ബൽറാം. ഇത് അൻവറിന്റെ ഈ UDF പ്രവേശനത്തിന് തടസ്സമാകുമോ ഇത്തരം നേതാക്കളുടെ നിലപാടുകൾ? ബൽറാം ഇപ്പോൾ എടുത്ത നിലപാട് സ്വാഭാവികമായും അൻവറിന് എതിരെ നിലപാടെടുത്ത് നിൽക്കുന്ന, അതായത് പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാതെ പാർട്ടിക്കകത്ത് അൻവറിനെതിരെ നിലപാടെടുക്കുന്ന കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരും നേതാക്കളുമുണ്ട്. അവർക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു നിലപാട് പ്രഖ്യാപനമാണ് VT ബൽറാം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, അയാൾ ശരിയായ നിലപാടെടുക്കുകയാണെങ്കിൽ അയാളെ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾ ധിക്കാരവും താൻപോരിമയും തുടരുകയാണെങ്കിൽ അയാളെ പരാജയപ്പെടുത്തിയായിരിക്കണം UDFന്റെ നിലമ്പൂരിലെ വിജയം എന്ന് പറയുമ്പോൾ കൃത്യമായി UDFിലേക്ക് എടുക്കുകയോ കോൺഗ്രസിനൊപ്പം ചേർക്കുകയോ അല്ലെങ്കിൽ ആ
ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം പ്രചരണത്തിന് ഇയാളെ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപനം തന്നെയാണ്. അതായത് ഇപ്പോൾ UDF പ്രവേശനം UDF അംഗത്വം നൽകിയില്ലെങ്കിൽ മത്സരിക്കുമെന്ന പ്രഷർ ടാക്ടിക്കാണ് PV അൻവർ ഉപയോഗിക്കുന്നത്. അതിന് കൃത്യമായ മറുപടിയാണ് ഈ VT ബൽറാം നൽകുന്നത്. കാരണം കെ സുധാകരൻ അനുരഞ്ജന ചർച്ച നടത്തുന്നു, PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് അദ്ദേഹം UDF പ്രവേശനം നൽകിയില്ലെങ്കിൽ മത്സരിക്കുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അൻവറിന് മുന്നിൽ UDF കോൺഗ്രസോ മുട്ടുമടക്കരുത് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് VT ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. സ്വാഭാവികമായും ബൽറാമിനെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നേതൃനിര തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാകും. കാരണം നേരത്തെ മുതൽ തന്നെ PV അൻവറിന് അനുകൂലമല്ലാത്ത നിലപാടാണ് ഭൂരിപക്ഷം നേതാക്കളും എടുത്തിരുന്നത്. പക്ഷേ എന്നാൽ ലീഗുമായി ചില ചർച്ച നടത്തി UDF പ്രവേശിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുകയും പിന്നീട് അങ്ങനെ അത്തരത്തിലുള്ള നീക്കങ്ങളിലെല്ലാം കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം PV അൻവറിനെതിരാണ്. ആ എതിരായുള്ള സംഘത്തിന് എതിരായുള്ള ഒരു നേതൃനിരയ്ക്ക് കൂടുതൽ ബലം നൽകുന്ന ഒരു പരസ്യ പ്രതികരണത്തിനാണ് VT ബൽറാം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. വിജയൻ. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ വാർത്ത PK കുഞ്ഞാലിക്കുട്ടിയുമായി PV അൻവർ നടത്തിയ ആ ചർച്ചയിലെ മറ്റു വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതേസമയം ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ലീഗ് നേതാക്കളുമായി അൻവർ ചർച്ച നടത്തുകയും കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്നത്. പലതും UDF ക്യാമ്പ് കേന്ദ്രീകരിച്ചാണ് എന്നതും ശ്രദ്ധേയമാണ്. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, ഈ ചർച്ചയിൽ PK കുഞ്ഞാലിക്കുട്ടി PV അൻവറുമായി നടത്തിയ ചർച്ചയിൽ എന്തെങ്കിലും ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ, അതോ അൻവർ നിലപാട് അറിയിച്ച് അവിടെ നിന്ന് മടങ്ങുകയാണോ ചെയ്തത്? മുസ്ലിം ലീഗ് നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് അൻവറിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നുള്ള ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടി PV അൻവറിന് നൽകിയിരിക്കുന്നത്. UDF പ്രവേശനം സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ വേണമെന്നായിരുന്നു കൂടിക്കാഴ്ചയിൽ PV അൻവർ ആവശ്യപ്പെട്ടത്. പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിൽ മത്സരിക്കേണ്ടി വരുമെന്നും അൻവർ PK കുഞ്ഞാലിക്കുട്ടിയെ അറിയിക്കുന്ന ഒരു സാഹചര്യം ചർച്ചയിലുണ്ടായി. ഇതിന് പിന്നാലെയാണ് UDF നേതൃത്വവുമായി ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്. മത്സരിക്കേണ്ട സാഹചര്യം ഉടൻ ഉണ്ടാവില്ലെന്നും ലീഗ് നേതൃത്വം PV അൻവറിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപാണ് PK കുഞ്ഞാലിക്കുട്ടിയുമായി PV അൻവർ ചർച്ച നടത്താനായി കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലെത്തുകയും ഈ PMA സലാം അടക്കമുള്ള PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായി അൻവർ ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. UDF പ്രവേശനം നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അൻവറിന്റെ ഈ ഒരു അനുനയ നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അൻവറിന് പറയാനുള്ളത് കേൾക്കുക എന്നുള്ള നിലപാടായിരുന്നു കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചിരുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ അൻവറിനെ ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് പോകില്ല എന്നുള്ള ഉറപ്പ് കൂടി നൽകിയാണ് അൻവറിനെ PK കുഞ്ഞാലിക്കുട്ടി മടക്കി അയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അൻവറും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് തന്റെ സാഹചര്യങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ടുള്ളത്. ഒരു വെൽവിഷർ എന്നുള്ള നിലക്കാണ് കുഞ്ഞാലിക്കുട്ടിയെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഈ ആദ്യഘട്ടത്തിൽ പിന്തുണ കുഞ്ഞാലിക്കുട്ടി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതുവരെ താനുമായി സംസാരിച്ചിട്ടില്ല എന്നും PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വിജയകുമാർ. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ പാണക്കാട് അബ്ബാസ് അലി തങ്ങളുടെ വീട്ടിലെത്തി അനുഗ്രഹം തേടി. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം പാണക്കാട് മുനവർ അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയ നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ DCC അധ്യക്ഷൻ VS ജോയും ഷൗക്കത്തിനൊപ്പം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കണ്ടത്. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സാധാരണയിലും കൂടിയ അളവിലാണ് മലയോര മേഖലകളിൽ മഴ പെയ്യുന്നത്. 29, 30 തീയതികളിൽ മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു. 4000-ഓളം ക്യാമ്പുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. 6 ലക്ഷത്തോളം വരുന്ന ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചില അപകടകാരികളായിട്ടുള്ള അസുഖങ്ങൾ വന്നു കയറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാമ്പുകളിൽ അത്തരം അസുഖകാരികളായിട്ടുള്ളവരെ പാർപ്പിക്കണമെങ്കിൽ അതിനു പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ചും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ പ്രധാനമായും
കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇപ്പോഴും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് രാവിലത്തെ മുന്നറിയിപ്പ് അതുപോലെ തന്നെ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. ഈ ജില്ലകൾ ഒഴിച്ച് ബാക്കി 8 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ മഴയുടെ ശക്തി അതുപോലെ തന്നെ ഇന്ന് തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നാളത്തോടു കൂടി തന്നെ ഇന്നും ഇന്നലെയും പെയ്ത മഴയുടെ ഒരു ശക്തി കുറയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. കൂടാതെ ഈ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദ സാധ്യത കൂടി കാണുന്നു. അതിന്റെ ഒരു സാധ്യത കൂടി കണക്കിലെടുത്തായിരിക്കും വരും ദിവസങ്ങളിലെ മഴയുടെ അളവ് എന്നുള്ളതാണ് അറിയിപ്പ് ലഭിക്കുന്നത്. അതിൽ ഇനി മഴ ശക്തമാകുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു ജാഗ്രതാ നിർദ്ദേശം അടക്കം എടുക്കണമെന്ന് കൂടി പറയുന്നു. കൂടാതെ പല നദികളിലും പ്രളയ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. കൂടാതെ ഈ സംസ്ഥാനത്തുടനീളം ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലോ പ്രളയമോ അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ അടക്കമുള്ള ക്യാമ്പുകൾ സജ്ജമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ ആൾക്കാർക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഒരു അധികൃതർ നിർദ്ദേശം നൽകുകയാണെങ്കിൽ അത് പാലിക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും റവന്യൂ വകുപ്പും നൽകുന്നുണ്ട്. എന്തായാലും ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കടക്കം ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. കടുത്ത ജാഗ്രത വേണമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 3 ജില്ലകളിൽ റെഡ് അലേർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. തെക്കൻ കേരളത്തിൽ മഴ തുടരുകയാണ്. മണ്ണിടിഞ്ഞും മരം വീണും പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായി. എറണാകുളത്തെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. കാലവർഷപ്പെയ്ത്തിൽ സംസ്ഥാനത്തുടനീളം വ്യാപകമായ നാശനഷ്ടം. തിരുവനന്തപുരം വെങ്ങാനൂർ ജംഗ്ഷനിലെ കിണർ ഇടിഞ്ഞു താണു. കിളിമാനൂരിൽ മരം കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ പലയിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും ചെയ്തു. KSRTC ബസ്സും മറ്റു വാഹനങ്ങളും വനത്തിലെ റോഡിൽ കുടുങ്ങി. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് ഇന്ന് അവധിയാണ്. തൊടുപുഴയിൽ മഴയെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കൊല്ലത്തെ പാണയം മഹാദേവ ക്ഷേത്രത്തിലെ വൻമരവും കാറ്റിലും മഴയിലും കടപുഴകി. അപകടത്തിൽ ക്ഷേത്രമേൽശാന്തിയും ജീവനക്കാരിയും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കട്ടപ്പന എറണാകുളം സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി നെടുകണ്ടം ആശാരിക്കണ്ടത്തും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കാലവർഷം കനത്തതോടെ സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം താളം തെറ്റി. ട്രാക്കിൽ മരം വീണ് കോഴിക്കോട് ഷൊർണൂർ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. 10ലേറെ ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. കോഴിക്കോട് അരീക്കാട് മരം വീണും വീടിന്റെ മേൽക്കൂര റെയിൽവേ പാളത്തിലേക്ക് മറിഞ്ഞുമായിരുന്നു അപകടം. 8 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം 300 മീറ്റർ അകലെ വീണ്ടും മരം വീണു. 3 മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രദേശത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, നേരത്തെ പെടുത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രിക്കോഷൻ എടുക്കണമെന്ന് നേരത്തെ സൂചിപ്പിച്ചാണ്. ഇതുപോലെ സാധ്യതയുള്ളിടത്തൊക്കെ തന്നെ ശ്രദ്ധിക്കാൻ നേരത്തെ തന്നെ ഞങ്ങൾ യോഗവും ചേർന്നിരുന്നു, കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം. നേത്രാവതി എക്സ്പ്രസ്, പരശുറാം എക്സ്പ്രസ്, മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് കണ്ണൂർ കോയമ്പത്തൂർ പാസഞ്ചർ, കോയമ്പത്തൂർ മംഗളൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്, നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ്, ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ്, അമൃത്സർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ 2 മണിക്കൂറോളം വൈകിയാണ് ഓടുന്നത്. 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ഗരീബ് രഥം. ഇവിടെ പിന്നെ ബോംബെ ടു തിരുവനന്തപുരം ലേറ്റായി, എന്നിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനു മുമ്പിൽ ട്രെയിൻ കിട്ടുമായിരുന്നു, കോയമ്പത്തൂർ ട്രെയിൻ കിട്ടുമായിരുന്നു. ഇനി അടുത്ത വണ്ടിക്ക് പോകും. കനത്ത കാറ്റിലും മഴയിലും എറണാകുളം കളമശ്ശേരി അമ്പാട്ടുകാവിൽ ആൽമരം പൊട്ടി വീണായിരുന്നു അപകടം. മരം വെട്ടിമാറ്റി പുലർച്ചെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊച്ചി തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. സിന്ധുദുർഗ്, രത്നഗിരി, കോലാപ്പൂർ ജില്ലകളിൽ ഇന്നും റെഡ് അലേർട്ടാണ്. മുംബൈ, താനെ, പാൽക്കർ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് തുടരും. താനെയിൽ 51കാരി മിന്നലേറ്റു മരിച്ചു. ഈ മാസം താനെയിൽ മിന്നലേറ്റ് 4 പേരാണ് മരിച്ചത്. കനത്ത മഴയിൽ നവി മുംബൈയിലെ പാണ്ഡുകട വെള്ളച്ചാട്ടത്തിനടുത്ത് കുടുങ്ങിയ 4 പേരെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. വെള്ളം കയറിയതിനെ തുടർന്ന് ഇന്നലെ കേടുപാട് പറ്റിയ മുംബൈയിലെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി തുടരുകയാണ്. സംസ്ഥാനത്ത് NDRFന്റെയും SDRFന്റെയും 15 സംഘങ്ങളെ വീതം നിയോഗിച്ചിട്ടുണ്ട്.
അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരത്തടിയുന്നു. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളുടെ തീരമേഖലയിൽ 30-ലധികം കണ്ടെയ്നറുകളാണ് എത്തിയത്. തീരദേശ മേഖലയിൽ ശ്രദ്ധ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കൊല്ലത്തെ തീരങ്ങൾക്കു പിന്നാലെ വർക്കല, അഞ്ചുതെങ്ങ് തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞു. കണ്ടെയ്നറുകളിൽ നിന്നുള്ള ബോക്സുകളും മറ്റു ചില വസ്തുക്കളും ഇവയ്ക്കൊപ്പമുണ്ട്. കടൽ തീരത്ത് അങ്ങോളം ഇങ്ങോളം വെള്ളത്തരികളുടെ രൂപത്തിലുള്ള പദാർത്ഥം തീരത്തടിഞ്ഞു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പോളിയെത്തീലിൻ പെല്ലറ്റുകളാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ അറിയിച്ചു. തീരമേഖലയിൽ ശ്രദ്ധ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 33 കണ്ടെയ്നറുകളാണ് നമുക്ക് ഇതിനകം തന്നെ അവിടെ കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് തീരത്തേക്ക് എടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 33 കണ്ടെയ്നറുകളിൽ 29 എണ്ണവും കൊല്ലത്തിൻ്റെ തീരത്താണ് കണ്ടത്. അതുകൊണ്ട് തീരദേശ മേഖലയിൽ നല്ല അലർട്ട് ഉണ്ടാകണം. കടലിലെത്തിയ വസ്തുക്കൾ എങ്ങനെ സമുദ്ര ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നറിയാൻ വിശദമായ പഠനം വേണമെന്ന് വിദഗ്ധർ. മത്സ്യസമ്പത്തിന് ഇപ്പം നമുക്കൊന്നും പറയാനാകത്തില്ല. നമ്മൾ ഇത് കടലിൽ കൊണ്ടുപോയി ഇതൊരു ശാസ്ത്രീയ വിശകലനം നടത്തി ഇത് കാൽഷ്യം കാർബൈഡ് ആണോ, ആണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ എത്ര, ഇതിന്റെ കോൺസെൻട്രേഷൻ ഇത്രയാണെങ്കിൽ ഇത് മത്സ്യങ്ങളെ എങ്ങനെ ബാധിക്കും, ഇത് കഴിക്കുന്ന മത്സ്യങ്ങളെ കഴിക്കുന്ന മനുഷ്യർക്ക് ഇതെങ്ങനെ ബാധിക്കുമെന്ന് ശാസ്ത്രീയ വിശകലനം നമ്മുടെ ലബോറട്ടറിയിൽ നടത്തിയതിനു ശേഷം മാത്രമേ അതിനെക്കുറിച്ചൊരു സത്യം നമുക്ക് വെളിപ്പെടുത്താനാകൂ. തീരത്തടുക്കുന്ന വസ്തുക്കളുടെ സമീപത്തേക്ക് പോകരുതെന്ന് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ഒഴുകി നടക്കുന്ന വസ്തുക്കൾ വരെ കടലിലേക്കിറങ്ങി കരയിലേക്ക് വലിച്ചു കയറ്റുന്നവരുമുണ്ട്. തിരുവനന്തപുരം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ എങ്ങോട്ട് മാറ്റണമെന്നതിൽ തീരുമാനമായിട്ടില്ല. 24 തിരുവനന്തപുരം. കൊല്ലം തീരത്തടിഞ്ഞ 29 കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി. കരയ്ക്കടിഞ്ഞ വസ്തുക്കൾ സംബന്ധിച്ച് കസ്റ്റംസ് കണക്കെടുത്ത വിവരങ്ങൾ കമ്പനിക്ക് കൈമാറും. മാലിന്യം ശാസ്ത്രീയമായി ശേഖരിച്ച ശേഷം സംസ്കരിക്കും. ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത പ്രദേശങ്ങളിലാണ് ബഹുഭൂരിപക്ഷം കണ്ടെയ്നറുകളും അടിഞ്ഞത്. കടൽ മാർഗം ഇവയെ വലിച്ചുകൊണ്ടുപോയി കൊല്ലം പോർട്ടിലേക്ക് മാറ്റാനാണ് നീക്കം. അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പൽ കമ്പനി കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിന് വാട്ടർ ലൈൻ കമ്പനിക്ക് കരാർ നൽകി. അതേസമയം കൊല്ലം ബീച്ചിന് സമീപം തടികൾ കരക്കടിഞ്ഞു. കടലിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ എടുക്കരുതെന്ന് കൊല്ലം ജില്ലാ കളക്ടർ N ദേവിദാസ് വീണ്ടും മുന്നറിയിപ്പ് നൽകി. അവർ ഈ കോസ്റ്റിലുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം അവരുടെ ഇതിൽ പൊസഷനിൽ പോകേണ്ടതാണ്. അപ്പം കസ്റ്റംസ് വന്നിട്ട് ഇതൊക്കെ കണക്കെടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കൈമാറും. അതിൻ്റെ കോമ്പൻസേഷൻ എല്ലാം അവർ കമ്പനിയിൽ നിന്ന് ഈടാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആരും എടുക്കരുതെന്നാണ് പറയാനുള്ളത്. തകരാറിലായ കണ്ടെയ്നറുകളും തീരത്തടിഞ്ഞ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന കമ്പനിയുടെ പ്രതിനിധികളും ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിച്ച് നാളെ മുതൽ സംസ്കരിച്ചു തുടങ്ങും. അതേസമയം ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും തീരത്തടിയുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വസ്തുക്കൾ ശേഖരിക്കരുതെന്നും അകലം പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം ആവർത്തിച്ചു. 24 കൊല്ലം. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിന് സമീപം ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അത് കുറെ കൂടി ശക്തി പ്രാപിക്കും. അതിനനുസരിച്ച് സംസ്ഥാനത്ത് മഴയും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ 30 വരെ ശക്തമായ മഴയും ഇടവിട്ടുള്ള കാറ്റും തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പക്ഷേ നാളെയോടെ മഴയുടെ ശക്തി കുറച്ച് കുറയുമെന്നൊരു വിവരം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനല്ല എന്ന് വേണം പുതിയ കാലാവസ്ഥാ മോഡലുകൾ വ്യക്തമാക്കുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിന് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് ഏതൊക്കെ തരത്തിൽ സംസ്ഥാനത്തെ ബാധിക്കും എന്നതിൻ്റെ കുറെ കൂടി കൃത്യതയാർന്ന വിവരങ്ങൾ വരാൻ കുറച്ച് മണിക്കൂറുകൾ എടുക്കും. അല്പസമയത്തിനകം അതിൻ്റെ വിവരങ്ങൾ വരും. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ശേഷം പിന്നെ ഘടകകക്ഷികൾ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തൽ സാധാരണയാണ്. UDFന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷന്റെ മുമ്പുള്ള UDFന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൈകാര്യം ചെയ്യണം. അല്ലാതെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നുമില്ല. ഇപ്പോൾ താൽക്കാലികങ്ങളായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ഡൽഹിയിലുണ്ട്, 5 ഡെലിഗേഷനിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളിൽ ഇടപെടും. ഞങ്ങൾ പരമ്പരാഗതമായി ചില രീതികളുണ്ട്. ആ നിലയിൽ ഞങ്ങൾ UDFന്റെ പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും ഇടപെടുമല്ലോ. അല്ല, ഈ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസിലൊന്നും ഇപ്പൊ മറുപടി പറയാൻ കഴിയില്ല. ബാക്കി നമുക്ക് നിലമ്പൂർ വെച്ച് കാണാം. അല്ല, അൻവർ വന്നതാണ്. അൻവർ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ പൊസിഷൻ അത് അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ.
അവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ്, കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറഞ്ഞു. ധരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വശം അദ്ദേഹം പറഞ്ഞു, ആ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഷെയർ ചെയ്യാം. അൻവറിന്റെ ഇന്നലത്തെ പ്രതികരണം ശരിയായില്ല എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെ ഈ ക്വസ്റ്റ്യൻസ് ഇനി ചോദിച്ചുകൊണ്ട് കണ്ട സമയം വെറുതെ പോവുള്ളൂ. അല്ല, അതെ ഇത് നമ്മളത് അങ്ങനെ അനലൈസ് ചെയ്ത് വന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇത്രേ പറയുള്ളൂ, ഇതിന്റെ പറയേണ്ട അത്രേ പ്രസക്തിയുള്ളൂ. ബാക്കി നിലമ്പൂർ കാണാം നമുക്ക്. ഓക്കെ, ഏതായാലും സ്ഥലവും നിലമ്പൂരല്ലേ. യെസ്, അൻവർ വന്നു, അൻവർ കണ്ടു, അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ അൻവർ പറഞ്ഞു. ഇനി കോൺഗ്രസ് നേതൃത്വവുമായി അക്കാര്യം സംസാരിക്കും. അതിനുശേഷം എന്തെങ്കിലും മാധ്യമങ്ങളോട് പറയാനുണ്ടെങ്കിൽ നിലമ്പൂർ വെച്ച് പറയാം എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ അങ്ങനെ ഔദ്യോഗിക മധ്യസ്ഥ നീക്കമൊന്നുമില്ല. പരമ്പരാഗതമായി ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ലീഗിനൊരു രീതിയുണ്ട്, അതനുസരിച്ച് ലീഗ് അതിൽ ഇടപെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചത്. ഒരുപക്ഷെ വൈകിട്ട് കൺവെൻഷൻ നടക്കുന്നുണ്ട് നിലമ്പൂരിൽ. ആ കൺവെൻഷന് ശേഷം ഒക്കെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ബിരുദ ഫീസുകൾ കൂട്ടിയ തീരുമാനത്തിനെതിരെ കേരള സർവകലാശാലയിൽ KSU പ്രതിഷേധം തുടരുകയാണ്. സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടെയായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നീക്കുകയാണ്. അതിനിടയിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പ് സംഘർഷഭരിത സാഹചര്യം ഉണ്ടായിരുന്നു സർവകലാശാലയ്ക്ക് മുന്നിൽ. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, കുറച്ച് മണിക്കൂറുകളായി സംഘർഷ സമാന സാഹചര്യമാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? വിജയകുമാർ, കഴിഞ്ഞ ഒരു മണിക്കൂറായി കേരള സർവകലാശാലയിൽ സംഘർഷമായിരുന്നു. ബിരുദ പ്രവേശന ഫീസ് കൂട്ടിയ നടപടിക്കെതിരെയായിരുന്നു KSUവിന്റെ പ്രതിഷേധം. ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ഇവിടെ നടക്കുന്നുണ്ട്. ഈ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന സ്ഥലത്തേക്കാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായി. പ്രവർത്തകർ ഈ സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധിച്ചത്. ഇപ്പോൾ ഈ സ്ഥിതി ശാന്തമാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഘട്ടത്തിൽ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന്, ഈ സർവകലാശാല സ്ഥലത്ത് നിന്ന് ഈ പ്രവർത്തകരെ പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. നേരത്തെ സിൻഡിക്കേറ്റ് യോഗമാണ് എടുത്ത തീരുമാനമായിരുന്നു ബിരുദ പ്രവേശന ഫീസ് കൂട്ടാനുള്ള നടപടി. ഈ പ്രവേശന ഫീസ് കൂട്ടിയത് ഈ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ ബാധിക്കുന്നു എന്നതായിരുന്നു പ്രധാനമായും KSU ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം. നേരത്തെ 1850 രൂപയുണ്ടായിരുന്ന ബിരുദ അഡ്മിഷൻ ഫീസ് 2655 രൂപയായാണ് ഉയർത്തിയത്. ഈ തീരുമാനം പിൻവലിക്കണമെന്നതായിരുന്നു KSU പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സർവകലാശാലയിലേക്ക് പ്രവർത്തകർ നടത്തിയത്. ഈ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ വെച്ച് തന്നെ ഈ ഒരു പ്രതിഷേധം പോലീസ് തടഞ്ഞു. ആ സമയത്താണ് പോലീസും പ്രവർത്തകരും തമ്മിലൊരു ഒന്തും തള്ളും ഉണ്ടായത്. അതിനുശേഷം ഏറെ നേരം പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധിച്ച രണ്ട് KSU പ്രവർത്തകരെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത് പരിശോധിക്കാമെന്നൊരു മറുപടിയാണ് നിലവിൽ വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത്. വിജയകുമാർ, ബിരുദ ഫീസുകൾ കൂട്ടിയ തീരുമാനത്തിനെതിരെയാണ് കേരള സർവകലാശാലയിൽ KSUവിന്റെ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാതയിൽ കോഴിക്കോട് വടകരയിൽ വിള്ളൽ രൂപപ്പെട്ടു. മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്ത് 6ാം ദിവസവും ആശങ്ക തുടരുകയാണ്. കുന്നിടിച്ചതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞു. സർവീസ് റോഡിലുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റ് മണ്ണിനൊപ്പം താഴേക്ക് താഴ്ന്നു. മണ്ണിടിച്ചിൽ തടയാൻ ദേശീയപാത അതോറിറ്റി നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടില്ല. ഗതാഗതവും പുനഃസ്ഥാപിക്കാനായില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. വീടുകളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത് തടയാൻ ഉടൻ ഡ്രൈനേജ് സംവിധാനം ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നേരത്തെ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് നൽകിയ അവസാന തീയതി ഇന്നാണ്. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ദേശീയപാതയിൽ വടകര മൂരാട് പാലത്തിന് സമീപം നിർമ്മാണം പൂർത്തിയായ ഭാഗത്താണ് 10 മീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. മഴ ശക്തമായാൽ വിള്ളൽ കൂടാനാണ് സാധ്യത. മൂത്തകുന്നം കുരിയാപ്പള്ളി റോഡിന് സമീപം ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിൽ വിള്ളൽ കണ്ടെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം
24 കണ്ണൂർ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുകാന്ത് സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നും അന്വേഷണം നടക്കുന്നതിനിടെയാണ് പ്രതി കീഴടങ്ങിയതെന്നും തിരുവനന്തപുരം DCP പറഞ്ഞു. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത്. അശ്വിൻ, ഇയാളെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുന്നത്? കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് പോലീസ് കോടതിയുടെ അനുമതി തേടി അപേക്ഷ നൽകുമെന്ന് കരുതാം, അല്ലേ? തീർച്ചയായും ഇന്നിപ്പോൾ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി സുകാന്ത് DCPയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് 3 മണിയോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് സുകാന്തിനെതിരെ ഉണ്ടായിരുന്നു. ഒപ്പം പോലീസ് പ്രതിയെ പിടികൂടുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി എന്നുള്ള ആരോപണമെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അതിലാണ് DCPയുടെ ഒരു വിശദീകരണം കൂടി ഇന്ന് ഈ പ്രതിയെ വഞ്ചൂർ സ്റ്റേഷനിൽ എത്തിയ ശേഷം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇയാൾക്ക് വേണ്ടിയുള്ള കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മൊബൈൽ ഫോണുകളോ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡിജിറ്റൽ ഉപയോഗങ്ങളോ ഒന്നും ഇയാൾ നടത്താത്തതാണ് ഇയാളുടെ ഒളിയിടം കണ്ടെത്താൻ പോലീസിന് കഴിയാതിരുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വിശദീകരണമായി അവർ പറയുന്നത്. മറ്റൊരു വീഴ്ചയും ഈ പ്രതിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിശദീകരണം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ പിടികൂടിയ സാഹചര്യത്തിൽ ഈ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ അത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പോലീസ് ചോദിച്ചറിയും. ഈ വാട്സപ്പിൻ്റെ വിശദമായ സ്ക്രീൻഷോട്ടുകളടക്കം പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ കുറച്ചുകൂടി എളുപ്പമാകും പോലീസിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം. You are watching 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കൊച്ചിയിൽ രാസലഹരി സംഘത്തിലെ പ്രധാനി ഉൾപ്പെടെ 2 പേർ പിടിയിലായി. കൊച്ചി സ്വദേശി റിയാസിനെയാണ് ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത്. കൊല്ലത്ത് MDMAയുമായി 2 യുവാക്കളും പിടിയിലായി. കൊച്ചി ബംഗളൂരു ലഹരി നെക്സസിലെ പ്രധാനിയാണ് പിടിയിലായ റിയാസ്. കൊച്ചിയിൽ വൻതോതിൽ ലഹരി എത്തിക്കുന്നത് റിയാസിന്റെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ മാസം പാലാരിവട്ടത്തും ആലുവയിലും പിടികൂടിയ MDMA എത്തിച്ചത് ഇയാൾ തന്നെ. 2 കേസിലും അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഡാൻസ് ഓഫ് സംഘം റിയാസിനെ ഇടപ്പള്ളിയിൽ നിന്ന് പിടികൂടിയത്. ഇയാളുടെ കൂട്ടാളി മുഹമ്മദ് ഹനീഫയും ഒപ്പമുണ്ടായിരുന്നു. 51 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. കൊല്ലത്ത് അഞ്ചാലമ്മൂട് കാഞ്ഞാവള്ളി സ്വദേശി ഗിരീഷിന്റെ പക്കൽ നിന്നാണ് 34 ഗ്രാം MDMA പിടിച്ചെടുത്തത്. ഇയാളുടെ സുഹൃത്ത് രാഹുലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. MDMA കേസ് പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുവരുടെയും അറസ്റ്റ്. 24 കൊച്ചി. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ തുടങ്ങി എല്ലാ എതിർകക്ഷികളെയും കേൾക്കണമെന്ന് ഹൈക്കോടതി. എല്ലാ എതിർകക്ഷികൾക്കും നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിക്കുന്നവരുടെ പട്ടിക ഹാജരാക്കാൻ മറ്റൊരു ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് സമർപ്പിക്കേണ്ടത് ആദായനികുതി വകുപ്പാണെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചു. പത്തനംതിട്ട കോന്നി കൊക്കാത്തോട് സ്കൂട്ടർ യാത്രക്കാരായ സ്ത്രീകൾക്ക് നേരെ പാഞ്ഞടുത്ത് കാട്ടാന. അമ്മയും മകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വി ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, കോന്നി കൊക്കാത്തോട് റോഡിൽ നടുവമ്പുഴി ഭാഗത്താണ് സ്കൂട്ടർ യാത്രക്കാരായ സ്ത്രീകൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. അത്ഭുതകരമായാണ് ഈ ആക്രമണത്തിൽ നിന്ന് 2 സ്ത്രീകൾ രക്ഷപ്പെട്ടത്. ഒരേക്കർ സ്വദേശിനികളായ ആശ, മകൾ അഞ്ജലി എന്നിവർക്കാണ് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഈ ഘട്ടത്തിൽ സ്കൂട്ടറിൽ നിന്ന് വീണ് ഇരുവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് സാരമാണ്, ഗുരുതരമായ പരിക്കുകളില്ല. എന്തായാലും ഈ കാട്ടാന ഇവരുടെ നേരെ പാഞ്ഞെടുത്ത ഘട്ടത്തിൽ ആ വഴി വന്നൊരു ജീപ്പ് ഓണടിച്ചതുകൊണ്ടാണ് കാട്ടാന പിന്തിരിഞ്ഞ് പോയത്. അങ്ങനെയാണ് വലിയൊരു അപകടം ഒഴിവായത്. ഈ പ്രദേശത്ത് നിരന്തരം കാട്ടാന ഇറങ്ങുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ജനങ്ങൾ വനംവകുപ്പ് ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു ഇടം കൂടിയാണ്. എന്തായാലും 2 സ്ത്രീകളും അത്ഭുതകരമായാണ് ഈ കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് വേണം പറയാൻ. എന്തായാലും ഇവരെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ബൈക്കിൽ നിന്ന് സ്കൂട്ടറിൽ നിന്ന് വീണാണ് ഇവർക്ക് എന്തായാലും പരിക്ക് പറ്റിയിട്ടുള്ളത്. വിജയകുമാർ. യെസ്, അമ്മയും മകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറിയ പരിക്കുകളേ ഉള്ളൂ. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് 2 പേരെയും. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.
ആറ്റിങ്ങൽ വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ, ഭാര്യ ഷീജ, 2 ആൺമക്കൾ എന്നിവരാണ് മരിച്ചത്. കടബാധ്യതയെ തുടർന്ന് കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. വക്കം വെളിവിളാകത്ത് ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് ദാരുണ സംഭവം. ഒരു കുടുംബത്തിലെ 4 പേരെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രാവിലെയായിട്ടും വീട്ടിൽ നിന്ന് ആരെയും പുറത്തു കാണാത്തതിനാൽ അയൽവാസി വന്ന് നോക്കുമ്പോഴാണ് മരണം പുറത്തറിഞ്ഞത്. വക്കം ഫാമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരനും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് മരിച്ച അനിൽകുമാർ. ഭാര്യ ഷീജ നിയമസഭയിൽ താത്കാലിക ജീവനക്കാരിയാണ്. മക്കൾ അശ്വിനും ആകാശും വിദ്യാർത്ഥികളാണ്. കടബാധ്യത മൂലം കുടുംബം ഒന്നിച്ചാത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 തിരുവനന്തപുരം. കശ്മീർ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ്. അതേസമയം ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ച് ഖത്തറും കോങ്കോയും രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ പര്യടനം തുടരുകയാണ്. തുർക്കി സന്ദർശനത്തിന് ശേഷം ഇറാനിലെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനുമായുള്ള സംയുക്ത പ്രസ്താവനയിലാണ് നയം വ്യക്തമാക്കിയത്. ഇന്ത്യയുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാർ, കശ്മീർ, ജലം, വ്യാപാരം ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു പരിഹരിക്കാൻ സന്നദ്ധത അറിയിച്ചു. എന്നാൽ ഇന്ത്യ യുദ്ധത്തിന്റെ പാത തെരഞ്ഞെടുത്താൽ അതിന് മറുപടി നൽകുമെന്നും ഷഹബാസ് ഷരീഫ്. അതേസമയം പാകിസ്ഥാനുമായുള്ള ചർച്ച ഭീകരതയ്ക്കെതിരെ മാത്രമായിരിക്കുമെന്ന് ഇന്ത്യ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഭീകരതയ്ക്കെതിരെയുള്ളത് സഹിഷ്ണുതയില്ലാത്ത നയമെന്ന് ഖത്തർ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം പ്രവർത്തിക്കാൻ കോങ്കോയും താൽപര്യമറിയിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നതിനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുകയാണ്. സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘത്തിന്റെ ഖത്തർ സന്ദർശനം പൂർത്തിയായി. വിനീത VG 24 ഡൽഹി. ഇനി നിശബ്ദരാകില്ലെന്നും ഭീകരതയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ തന്നെ പാകിസ്ഥാൻ വിയർത്തു. പാകിസ്ഥാൻ എന്നും ഭീകരതയ്ക്കൊപ്പമാണ്. കേവലം 22 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാന്റെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുജറാത്ത് സന്ദർശനത്തിനിടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ऑपरेशन सिंदूर सैन्य बल से प्रारंभ हुआ था, लेकिन अब ये ऑपरेशन सिंदूर जन बल से आगे बढ़ेगा. और जब मैं सैन्य बल और जन बल की बात करता हूं तब ऑपरेशन सिंदूर जन बल का मतलब मेरा होता है जन जन देश के विकास के लिए भागीदार बने. सचमुच में ऑपरेशन सिंदूर के लिए एक नागरिक के नाते मुझे एक काम करना है. आप घर में जाके सूची बनाइए कि आपके घर में 24 घंटे में सुबह से दूसरे दिन सुबह तक कितनी विदेशी चीजों का उपयोग होता है. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഉണ്ടായ പാക് പ്രകോപനത്തിന് മറുപടി നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് BSF. പുത്വാൾ, ചപ്രാർ, ഛോട്ടാഷാക്ക് എന്നീ ഇടങ്ങളിലെ പാക് പോസ്റ്റുകൾ തകർക്കുന്നതും പാക് സൈനികർ ഓടി രക്ഷപ്പെടുന്നതുമാണ് ദൃശ്യങ്ങളിൽ. പഞ്ചാബിലെ അമൃത്സറിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് ഭീകര സംഘടനയായ ബബർ ഖൽസ അംഗമാണ് എന്ന സൂചന പോലീസ് നൽകുന്നുണ്ട്. മജുദ റോഡ് ബൈപ്പാസിൽ ബോംബ് സ്ഥാപിക്കുന്നതിനിടെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഇയാൾ ഈ ബബർ ഖൽസ സംഘടനയിലെ ഭീകര സംഘടനയിലെ അംഗമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇയാൾ ഈ ഭീകര സംഘടനയിലെ അംഗമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടത് ഭീകര സംഘടനയായ ബബാർ ഖൽസ അംഗമാകാനാണ് സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളും സൂചനകളും ലഭ്യമായതായും പോലീസ് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ 9:30 അമൃത്സറിലെ ഈ മജിദ ബൈപ്പാസിൽ ഈ സ്ഫോടനം ഉണ്ടാവുന്നത്. ഇതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഈ പരിക്കേറ്റയാൾ ഈ സ്ഫോടനം നടത്താനായി, അവിടെ ബോംബ് സ്ഥാപിക്കാനായി എത്തിയ ആളാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന്
ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇയാളുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ സംഘടനയിൽ കൂടുതൽ ആളുകൾ ആ മേഖലകളിൽ എത്തിയിട്ടുണ്ടോ, എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. വിജയകുമാർ. യെസ്, അമൃത്സറിലാണ് സ്ഫോടനമുണ്ടായത്. അതിൽ കൊല്ലപ്പെട്ടത് ഭീകര സംഘടനയായ ബബർ ഖൽസയിലെ അംഗമാണ് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം. You are watching 24 from Flowers Group. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തൃശൂർ ചേരുംകുഴിയിൽ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. ചേരുംകുഴി സ്വദേശി സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. അഭിനന്ദ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? വിജയകുമാർ, അല്പസമയം മുൻപാണ് കുട്ടി മരിച്ചതായി സ്ഥിരീകരിച്ചത്. ഇന്ന് ജ്യേഷ്ഠനും അനുജനും കൂടി മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പുഴയിലേക്ക് പോയത്. അങ്ങനെ വലിയ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സരുൺ, ഇവർ രണ്ടുപേരും മുങ്ങിക്കിടക്കുന്നതായിട്ട് നാട്ടുകാർ കാണുന്നു. ഇവർ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂത്ത മകനായ സരുൺ മരിക്കുകയായിരുന്നു. അനുജനായിട്ടുള്ള അരുണിനെ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. രണ്ടുപേരെയും ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെ സരുൺ മരിക്കുകയായിരുന്നു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ സുരേഷിന്റെ മക്കളാണ് ഇവർ മീൻ പിടിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഭാഗത്തെത്തിയത്. മണ്ണൂത്തി പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച സരുണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. അരുണിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകടമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പുഴയിൽ നേരത്തെയും ഒഴുക്ക് ഉണ്ടായിരുന്നു, ശക്തമായ മഴയും അവിടെ ഉണ്ടായിരുന്നു. ജാഗ്രതാ നിർദ്ദേശം അടക്കമുള്ള സ്ഥലത്തേക്കാണ് കുട്ടികൾ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയത്. മൂത്ത മകനാണ് മരിച്ചത്. ഇളയ മകന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ചേറ്റുകുഴി ഒരു ദാരുണ സംഭവമാണ്. തൃശൂർ ചേരുംകുഴിയിൽ ഒരു വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. ചേരുംകുഴി സ്വദേശി സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. മർദ്ദിച്ചു എന്ന മുൻ മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ്. ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും FIR-ലുണ്ട്. പരാതി പരിശോധിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ 24-നോട് പറഞ്ഞു. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 6 വിവിധ വകുപ്പുകൾ ചേർത്താണ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. നടൻ വധഭീഷണി മുഴക്കിയെന്നും മാനേജറുടെ കരണത്തടിച്ചുമെന്നുമാണ് FIR-ൽ പറയുന്നത്. ടൊവിനോ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിനാലാണ് തന്നെ മർദ്ദിച്ചതെന്ന് ബിബിൻ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. ഉണ്ണി മുകുന്ദൻ ഫോണിൽ വിളിക്കുകയും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല. അപ്രതീക്ഷിതമായി കാക്കനാട്ടെ ഫ്ളാറ്റിൽ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഉണ്ണി മുകുന്ദൻ വന്നതെന്നും പരാതിയിൽ പറയുന്നു. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ബിബിൻ പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിശോധിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും 2 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്നും ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ 24-നോട്. പരാതി നമുക്ക് ഇന്നലെയാണ് ലഭിച്ചത്. ഇന്നിപ്പോൾ അത് ഞാൻ നമ്മളുടെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സോഹൻ സീനുലാലിനോട് ആ പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ചർച്ച നടത്താനും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവരെനിക്ക് ഒരു 1-2 ദിവസത്തിനുള്ളിൽ അവരുടെ ഒരു റിപ്പോർട്ട് എനിക്ക് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണ് ഉണ്ണി മുകുന്ദനെന്ന് താരവുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നു. മുൻ മാനേജറുടെ പരാതിയിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. ഫ്ളാറ്റിലെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 24 കൊച്ചി. അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിന് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വരുന്നുണ്ട്. എല്ലാ ജില്ലകളിലും അടുത്ത 3 മണിക്കൂറിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒരുപക്ഷെ കാറ്റിനും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ പട്ടാമ്പി ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. നിർമ്മാണ സാമഗ്രികൾ കരയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. അവിടെ നീരൊഴുക്ക് കൂടി എന്ന വിവരം പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കാം IPL വാർത്തകൾ. IPL-ൽ പ്ലേ ഓഫ് ലൈനപ്പ് ഇന്ന് വ്യക്തമാകും. ക്വാളിഫയർ 1-ൽ ഇടം ലക്ഷ്യമിട്ട റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാത്രി 7:30 ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. കഞ്ഞിക്കപ്പലേക്കുള്ള പാത എളുപ്പമാക്കാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയിക്കണം. ഇല്ലെങ്കിൽ എലിമിനേറ്റർ എന്ന നൂൽപ്പാലം താണ്ടേണ്ടി വരും. പേരിലെ ചലഞ്ചേഴ്സ് പ്രവൃത്തിയിലില്ലാത്ത ബംഗളൂരു അത് അതിജീവിക്കുമോ എന്ന കടുത്ത ആരാധകർക്ക് പോലും സംശയം. സ്വപ്നതുല്യമായ സീസണിൽ ബംഗളൂരു തനിനിറം കാണിച്ച മത്സരമായിരുന്നു അവസാനത്തേത്. ഹൈദരാബാദിനെതിരെ 232 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ബംഗളൂരു തകർപ്പൻ തുടക്കത്തിന് ശേഷം കലമുടച്ചു.
16 റൺസിന് അവസാന 6 വിക്കറ്റ് വലിച്ചെറിഞ്ഞ 42 റൺസിന്റെ തോൽവി ഇരുന്നു വാങ്ങി. ലക്നൌവിനെതിരെയും അത് ആവർത്തിച്ചാൽ എലിമിനേറ്റർ കളിക്കേണ്ടി വരും രജത് പാട്ടീദാറിനും സംഘത്തിനും. ഓസീസ് പേസർ ജോഷ് ഹേസൽവുഡിന്റെ തിരിച്ചുവരവ് RCBക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പ്ലേ ഓഫ് പ്രതീക്ഷ അവസാനിച്ച ലക്നൌ സൂപ്പർ ജയൻസ് ജയത്തോടെ സീസൺ അവസാനിപ്പിക്കാൻ ഇറങ്ങുകയാണ്. ഗുജറാത്തിനെതിരായ ആധികാരിക ജയം മറ്റൊരു പ്ലേ ഓഫ് ടീമിനെതിരെയും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഋഷഭ് പന്തും കൂട്ടരും. സ്പോർട്സ് ഡെസ്ക് 24. വിശദമായ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.